20 വർഷങ്ങൾക്ക് മുൻപുള്ള ഡിസംബർ മാസം, കൃത്യമായി പറഞ്ഞാൽ 2003 ഡിസംബർ 13, ഇറാഖിലെ കാർഷിക ഗ്രാമമായ അദ് ദാവറിലെ ഒരു ഭൂഗർഭ അറയിൽ ഒളിവ് ജീവിതം നയിച്ചിരുന്ന ഇറാഖ് മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാകുന്നത് അന്നായിരുന്നു. അടുത്ത വൃത്തങ്ങൾക്ക് പോലും അറിയാതെ മാസങ്ങളോളം കാറ്റും വെളിച്ചവും കടക്കാത്ത സ്പൈഡർ ഹോൾ എന്ന അറയിൽ ജീവിച്ച സദ്ദാം ഹുസൈനെ ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന അതീവ രഹസ്യ ദൗത്യത്തിലൂടെയാണ് US സേന പിടികൂടിയത്. ദൗത്യം പിന്നിട്ട് 2 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഓപ്പറേഷൻ റെഡ് ഡോണിനെ കുറിച്ചുള്ള ലോകത്തിന്റെ അറിവ് പരിമിതമാണ്. എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഓപ്പറേഷൻ റെഡ് ഡോൺ ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ആർമി മാസ്റ്റർ ജനറൽ സർജൻ കെവിൻ ഹോളണ്ട് ആണ് അന്ന് നടന്ന സംഭവങ്ങൾ ഒരു പോഡ്കാസ്റ്റിലൂടെ വിശദീകരിച്ചത്. (1984) പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, പേര് റെഡ് ഡോൺ. അമേരിക്കൻ മണ്ണിൽ നടത്തുന്ന അധിനിവേശത്തിന്റെ കഥ പറയുന്ന ചിത്രം. കൗമാരക്കാരായ ഗൊറില്ല പോരാളികളുടെ കഥ. 2003 സദ്ദാം ഹുസൈനെ പിടികൂടാൻ ഒരു ദൗത്യസേന രൂപീകരിച്ചപ്പോൾ ഈ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് 600 പേരടങ്ങുന്ന ദൗത്യസംഘത്തിന് പേര് ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന് നൽകിയത്. അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷിന്റെ ബദ്ധശത്രു സദ്ദാം ഹുസൈനെ പിടികൂടാൻ ഏറ്റവും മികച്ച സൈനികരെ തന്നെ ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തി. നീണ്ട നാളത്തെ വിവരശേഖരണത്തിനൊടുവിലാണ് ഇറാനിലെ അധികമാരും ശ്രദ്ധിക്കാത്ത കാർഷിക ഗ്രാമമായ അദ് ദാവറിൽ സദ്ദാം ഒളിവിൽ കഴിയുകയാണെന്ന വിവരം രഹസ്യ ദൗത്യസംഘത്തിന് ലഭിക്കുന്നത്. അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സദ്ദാം ഒളിച്ചിരുന്ന സ്പൈഡർ ഹോൾ എന്ന ഭൂഗർഭ അറയുടെ മുകളിൽ അവരെത്തി. മണ്ണും ഇലകളും കൊണ്ട് മൂടപ്പെട്ട നിലയിലായിരുന്നു അറ. ലൊക്കേഷൻ പുറത്തറിയാതിരിക്കാൻ സ്റ്റൈറോഫോമും ഉപയോഗിച്ചിരുന്നു. അറയിലേക്ക് ഓക്സിജൻ എത്താൻ ഒരു ചെറിയ കുഴൽ മാത്രം പുറത്തേക്ക് നീണ്ടു നിന്നിരുന്നു. ഓപ്പറേഷൻ റെഡ് ഡോൺ ദൗത്യസംഘം ഈ കുഴിക്ക് മുകളിലെ ഇലകളും മണ്ണും മറ്റും നീക്കം ചെയ്തു. അപ്പോഴാണ് ഇഷ്ടിക കൊണ്ട് തീർത്ത നിലം അവർ കാണുന്നത്. അകത്താരോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഇതോടെ തീർച്ചയായി. പിന്നെ മടിച്ചില്ല. അറയെ ലക്ഷ്യമാക്കി ഒരു ഗ്രനേഡ് പൊട്ടിച്ചു. വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടലിനും അത് തീർത്ത പൊടിപടലങ്ങളും കെട്ടടങ്ങിയപ്പോൾ ദൗത്യസംഘം മുന്നിൽ കണ്ടത് ഒരു മനുഷ്യന് വളരെ കഷ്ടിച്ചു മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരറയാണ്. ഒരു മനുഷ്യൻ അറബിയിൽ സംസാരിക്കുന്നത് ദൗത്യസംഘം കേട്ടു. പിന്നെ പതിയെ കുഴിക്ക് പുറത്തേക്ക് കൈകൾ വന്നു. ദൗത്യസംഘത്തിലുള്ളവർ ഈ മനുഷ്യനെ പിടിച്ചുയർത്തി പുറത്തെത്തിച്ചു. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. പ്രാകൃത മനുഷ്യനെന്ന് തോന്നിക്കും വിധം വിളറി വെളുത്ത തൊലിയും ജട പിടിച്ച താടിയും മുടിയുമായി നിൽക്കുന്നു സാക്ഷാൽ സദ്ദാം ഹുസൈൻ. പ്രസിഡന്റ് ബുഷ് നിങ്ങളോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. സദ്ദാമിനെ കണ്ട ദൗത്യസേന ആദ്യം പറഞ്ഞ വാചകങ്ങളാണിത്. കയ്യിൽ ഒരു ഹാൻഡ് ഗണ്ണുമായിട്ടായിരുന്നു സദ്ദാം ഹുസൈൻ പുറത്തെത്തിയത്. ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്ലോക്ക് 15 തോക്കായിരുന്നു കയ്യിൽ. അപകടം മണത്ത ദൗത്യസേനയിൽ നിന്നൊരാൾ ഉടൻ തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന M4 കാർബൈൻ തോക്കുപയോഗിച്ച് സദ്ദാം ഹുസൈനെ ഇടിച്ചു വീഴ്ത്തി. ഗ്ലോക്ക് 18C കൈക്കലാക്കി. അമേരിക്കൻ ദൗത്യസംഘവുമായി സദ്ദാം ഒരു വിലപേശലിനൊരുങ്ങിയെങ്കിലും ആ സമയമെല്ലാം കഴിഞ്ഞുപോയെന്നായിരുന്നു സൈന്യത്തിന്റെ ഉത്തരം. സദ്ദാം ഹുസൈനെ MH-16 ലിറ്റിൽ ബേർഡ് എന്ന സൈനിക ഹെലികോപ്റ്ററിൽ തിക്രിത് മിഷൻ സപ്പോർട്ട് സൈറ്റിലേക്കും അവിടെ നിന്ന് MH-60K ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും എത്തിച്ചു. ഒടുവിൽ നീണ്ട നാളത്തെ വിചാരണകൾക്കൊടുവിൽ 2006 ഡിസംബർ 30 സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിലേറ്റി.